ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു ഉപജാപക സംഘമാണ് പ്രവർത്തിക്കുന്നത്. അവരാണ് ഇതിന്റെ എല്ലാം പുറകിൽ. അവര് 1/4 നൂറ്റാണ്ട് മുമ്പ് ജീവിക്കേണ്ട ആളുകളായിരുന്നു. അത്രയും പുറകിലാണ് അവർ. അവരാണ് ഇതിന്റെ നേതൃത്വം. ഇത് ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിലേക്ക് എരച്ചു കയറി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുമല്ലോ, അത് പേടിച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 1/4 നൂറ്റാണ്ട് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത്. ഇതിനെതിരായി ജനാധിപത്യ കേരളം അതിശക്തിയായി പ്രതികരിക്കും. ഞങ്ങളുടേതായ പ്രതികരണം ഉണ്ടാവും ചെയ്യും. കാത്തിരുന്ന് കാണാം. മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണോ? സംശയം എന്താ? ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു സംഘമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ഭരണകൂട ഭീകരത ഉണ്ടാക്കാൻ നോക്കുവാണ്. അധികാരത്തിന്റെ അഹങ്കാരവും ധാർഷ്ട്യവുമാണ് കാണിക്കുന്നത്. കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ. ഈ ഒ രാജഗോപാൽ തിരുവനന്തപുരത്ത് പറഞ്ഞിരിക്കുന്നത് ശശി തരൂരിനെ തോൽപ്പിക്കാൻ ഇനി എളുപ്പമല്ല എന്നുള്ളതാണ്. സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ശശി തരൂര് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ ജനപ്രതിനിധിയാണ്. ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആ യാഥാർത്ഥ്യം ബിജെപിയുടെ സമന്വിതരായ നേതാക്കൾക്ക് പോലും മനസ്സിലായി തുടങ്ങിയത് ഞങ്ങൾക്ക് സന്തോഷം. ഈ തൃശ്ശൂർ അന്തരീക്ഷം മോശമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ബിജെപി സജീവമായിട്ട് ടി എം പ്രതാപനെതിരെ വർഗീയാരോപണങ്ങൾ അടക്കം ഉന്നയിക്കുകയാണ്. ഒരു കാരണവശാലും ബിജെപി ജയിക്കില്ല. ബിജെപി ശ്രമിക്കുന്നത് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഭിന്നിപ്പുണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തൃശ്ശൂരും കഴിഞ്ഞ പ്രാവശ്യം ടി എൻ പ്രതാപൻ ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. ഈ നാടകങ്ങളെല്ലാം നോക്കിക്കാണുന്നുണ്ട്. നാരീശക്തി, ഇത് ഗുസ്തി താരങ്ങളുടെ, വനിതാ താരങ്ങളുടെ കണ്ണീരിൽ ചവിട്ടിയാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് നാരീശക്തിയെ കുറിച്ച് പ്രസംഗിച്ചത്. നാരീശക്തി, നാട് മുഴുവൻ സ്ത്രീകൾ വേട്ടയാടപ്പെടുമ്പോൾ അതുമോ ഒരു പണിയും ചെയ്യാതെ നോക്കിയിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇവിടെ വന്ന് നാരീശക്തിയെ കുറിച്ച് പറഞ്ഞത്. ഇതെല്ലാം ബിജെപിയുടെ നാടകങ്ങളാണ്. അതൊന്നും വിലപ്പോവില്ല. ഇത് ജനാധിപത്യ കേരളമാണ്, മതേതര കേരളമാണ് എന്ന് തൃശ്ശൂർ ഒരിക്കൽ കൂടി തെളിയിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇതിനെതിരെ വിഷയത്തിൽ കോൺഗ്രസ് ആ സമരം സജീവമായി ഏറ്റെടുക്കും. അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരോടും ആലോചിച്ചുകൊണ്ടിരിക്കും. ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞത് അയോധ്യ വിഷയം അവിടെ പോകുമ്പോൾ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മളെല്ലാവരും ഹിന്ദുക്കളെ